വാട്ട് ഈസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്? അതുപോലെ ഇപ്പോൾ നമുക്ക് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എൻവയറമെൻ്റ് ഉള്ളപ്പോൾ എന്തിനാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്? ഇന്നത്തെ വളരെ അധികം വില കൂടിയ ഒരു ചോദ്യമാണിത്. കാരണം നമ്മൾ ഇപ്പോഴത്തെ AI ടൂൾസായ ChatGPTയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ ജെമിനയിലോ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഫ്യൂച്ചറിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ടെക്നോളജികൾ, സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ വരുന്ന കുറച്ച് ലിസ്റ്റിൽ, അതായത് ആ ലിസ്റ്റിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാണാം, ഡേറ്റാ സയൻസ് കാണാം, ബിഗ് ഡേറ്റ, അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കാണാം, IoT കാണാം. അതിൻ്റെ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അവർ സജസ്റ്റ് ചെയ്യുന്നത് ഈ പേരാണ്, അതായത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കേട്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അതായത് നമ്മളൊരു ഡോറിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ നമ്മളെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ആ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ AI ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നറിയാം. കാരണം വിഷ്വൽ റെക്കഗ്നിഷൻ എന്ന AI ടൂളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് ഒരു ഐഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ പാറ്റേൺ റെക്കഗ്നിഷൻ വർക്ക് ചെയ്തു, അതും AI ടൂളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ടെക്നോളജിയും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാട്ട് ഈസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്? എങ്ങനെയാണ് നമ്മളത് സെൻസ് ചെയ്യുന്നത്? എന്തിനാണത് എന്നുള്ളതൊക്കെ, എന്താണ് ക്യൂബിറ്റ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. അപ്പോൾ എന്താണ് ഈ ക്വാണ്ടം? ക്വാണ്ടം ഇൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് refers to quantum mechanics. അപ്പോൾ in physics, a quantum is the smallest discrete particles. അതായത് നമ്മൾ ഒരു ഇലക്ട്രോൺ, ഒരു ഫിസിക്കൽ കമ്പോണൻ്റ് ഏറ്റവും ലീസ്റ്റായുള്ള പാർട്ടിക്കിളിനെയാണ് ക്വാണ്ടം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പല രീതിയിൽ മെൻഷൻ ചെയ്യാണ്ട് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ് തന്നെയാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് is a latest emerging technology which uses ക്വാണ്ടം മെക്കാനിക്സ് ലോസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്ന ഒരു സ്റ്റഡി തന്നെയാണ്, അല്ലെങ്കിൽ റിസർച്ചാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതിപ്പോഴും ഒരു ഡെവലപ്പിംഗ്, എമർജിങ് ടെക്നോളജിയാണ്, അല്ലാതെ ഡെവലപ്ഡ് അല്ല. നമുക്ക് എല്ലാവിടെയും പോയാൽ ഈ കമ്പ്യൂട്ടേഴ്സ് ഒന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റും, റിസർച്ച് ലാബ്സിലൊക്കെ ഇത് വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫണ്ടിങ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജി തന്നെയാണ്. അപ്പോൾ എന്തിന് നമ്മൾ ഈ ടെക്നോളജി അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് എമർജ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും $1 million ക്വസ്റ്റ്യൻ, നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ഇത്രയും ഡാറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇന്നുണ്ട്, എന്തിനാണിത്? പക്ഷേ ദർ ആർ സം ലോസ് ഇൻ ഫിസിക്സ്. അതായത് ഫിസിക്സിലെ കുറേ കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ ഇപ്പോഴും പറ്റില്ല. നമ്മളെ കമ്പ്യൂട്ടർ വളരെ പ്രിമിറ്റീവാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ്, റാപ്പിഡ് മൂവ്മെൻറ്റ്, ഒരു 40 മൂവ്മെൻറ്റ്സ് നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് 2⁻40 സൈസ് ഓഫ് മെമ്മറി വേണം. അതായത് ഒരു 128 GB മെമ്മറി. അതിൻ്റെ 2 സ്റ്റേറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ 256 GB മെമ്മറി. അപ്പോൾ ഇലക്ട്രോൺ കൂടുകയാണെങ്കിൽ നമ്മൾ ഇതെങ്ങനെ സ്റ്റോർ ചെയ്യും? അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ, അതായത് നമ്മളെ പ്രിമിറ്റീവ്, നമ്മളെ ക്ലാസിക്കൽ കമ്പ്യൂട്ടറിന് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രിമിറ്റീവ് വന്നപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ആ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം എന്നുള്ള തോട്ട് വന്നത്. അതായത് ഈ ഇലക്ട്രോൺസിനെ, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പോലെയുള്ള ഈ ടൈനി ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്, കമ്പ്യൂട്ടേഷൻ പോസിബിളാണ്, ഇതിൻ്റെ സ്റ്റേറ്റ്സ് എങ്ങനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ അതിന് കിട്ടുന്നൊരു വാസ്റ്റ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ വാസ്റ്റ് ആക്സസ്, ഇതാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് തിരിയാനുണ്ടായ കാരണം. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ടൈനിയസ്റ്റ്, എവിടെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിനെയാണ് ക്യൂബിറ്റ് എന്ന് പറയുന്നത്. ക്വാണ്ടം ബിറ്റിനെയാണ് ക്യൂബിറ്റ്. അതായത് നമ്മൾ കമ്പ്യൂട്ടേഴ്സിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമുക്കറിയാം ബിറ്റ്സിലാണ്, അതായത് 0s and 1s.
ആ സീറോസ് ആൻഡ് വൺസ് ആണ് നമ്മളുടെ എൻറ്റയർ ഇൻഫർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് 2 ബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 4 ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം, 3 ബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 8 ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് 000, 001, 010, 100, 101, 111 അങ്ങനെ നമുക്ക് 8 കോമ്പിനേഷൻ നമുക്കൊരു 3 ബിറ്റ്സ് ഉണ്ടെങ്കിൽ കിട്ടും. അതായത് 2�3. 4 ബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 2�4 കോമ്പിനേഷൻ, 16 കോമ്പിനേഷൻ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര വേണമെങ്കിലും കോമ്പിനേഷൻ കിട്ടും. അപ്പോൾ എന്താണ് ക്യൂബിറ്റ്സ്? നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് സീറോസ് ആൻഡ് വൺസ്, either ബ്ലാക്ക് ഓർ വൈറ്റ്, അതായത് 0 ഓൺ ഓർ ഓഫ് പൊസിഷൻ, ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പല ഗേറ്റ്സിലൂടെയും കടത്തിവിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 0 ആൻഡ് 1 പകരം ക്യൂബിറ്റിന് അതിൻ്റെ 2 സ്റ്റേറ്റ്സും സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് 0 നിന്ന് 1 പോകുന്ന എല്ലാ സ്റ്റേറ്റ്സും ഇതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്യൂബിറ്റ്സിൻ്റെ പ്രത്യേകത. ഒരു ഇലക്ട്രോൺ അങ്ങനെയാണ്. ഒരു ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കാം, ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരിക്കാം, വേവ്സ് പോലെയാവാം. അപ്പോൾ ആ മൂവ്മെൻറ്റ്സ് ഒക്കെ എല്ലാത്തിലും 0, 1 എന്ന് പറയാൻ പറ്റില്ല. ആ സ്റ്റേറ്റിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സൂപ്പർ പൊസിഷൻ. സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിറ്റ് സ്റ്റോർ ഓൾ ദ പോസിബിൾ സ്റ്റേറ്റ്സ്. അതായത് നമ്മൾ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു കോയിൻ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം either tail or head. അതിൽ എന്തെങ്കിലും ഒന്നാതിരിക്കാൻ വഴിയില്ല. അതായത് എപ്പോഴും നമ്മൾ പ്രോബബിലിറ്റിയിൽ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ by 2, അതായത് 50% എന്ന് പറയും. പക്ഷേ ക്യൂബിറ്റ്, അതായത് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ 2ൻ്റെയും സ്റ്റേറ്റ്സ് ഇത് സ്റ്റോർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ അതെങ്ങനെയാണ് പറ്റുന്നത്? അതായത് നിങ്ങളൊരു ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് നോക്കൂ, ഇങ്ങനെ വേവ് ടൈപ്പ് മൂവ്മെൻറ്റ്, ഈ ഫിഗറിൽ കാണിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു വേവ്. അപ്പോൾ ഒരു വേവ് ടൈപ്പ് മൂവ്മെൻ്റ് ആണെങ്കിൽ മുകളിലെത്തുമ്പോൾ ബൈനറി ബിറ്റ്സിലാകുമ്പം ഇത് 1, ഇത് 0 എന്ന് പറയാം. പക്ഷേ ഈ വേവിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ സ്റ്റേറ്റ്സും ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഒരു 4 ബിറ്റ്സ് ഓഫ് ക്യൂബിറ്റ്സ് എന്ന് പറയുന്ന, അല്ലെ 4 ക്യൂബിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാം. അതായത് അത്രയും സ്റ്റേറ്റ്സിന് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ, അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു കാൽക്കുലേഷൻ ചെയ്യുകയാണ് 2 + 2 4, അല്ലെങ്കിൽ 5 × 8 40 എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ക്ലാസിക് കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ് ബെസ്റ്റ്. ബിക്കോസ് ഇതിൽ ഒരുപാട് അൺസർട്ടനിറ്റി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സ് അല്ല ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറിങ് ഓൾ ദ സ്റ്റേറ്റ്സ് ഓഫ് അതായത് നമ്മളെ ബൈനറി ബിറ്റ്സ് പോലെ 0 and 1 അല്ലാതെ അതിൻ്റെ ഇടയിലുള്ള സ്റ്റേറ്റ്സ് കൂടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഇതിനുണ്ട്. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എൻടാങ്കിൾമെൻറ്റ്. അതായത് 2 ക്യൂബിറ്റ്സ് നമ്മൾ എൻടാങ്കിൾ ചെയ്യാൻ കെട്ടുപിണഞ്ഞ് കിടക്കുക എന്നാണല്ലോ അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് അത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് രണ്ടാമത്തെ ക്യൂബിറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് ഫസ്റ്റ് ക്യൂബിറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഗെറ്റിംഗ് ദെയർ. അപ്പോൾ എല്ലാം ലിങ്ക്ഡ് ചെയ്തത് കൊണ്ട് തന്നെ അപ്പോൾ ഒരുപാട് ഡേറ്റ ആക്സസ് നമുക്ക് വളരെ ഫാസ്റ്ററായിട്ട് ചെയ്യാൻ ഈ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് പറ്റുന്നതാണ് ക്യൂബിറ്റിൽ. അടുത്തത് ക്വാണ്ടം ഇൻ്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എപ്പോഴും അതൊരു നെഗറ്റീവാണ് ഇൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അതുകൊണ്ട് സൂപ്പർ പൊസിഷൻ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ ഏത് സ്റ്റേറ്റും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്കൊരു അക്യുറേറ്റ് പൊസിഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി തന്നെയാണ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് ഇൻ്റർഫിയറൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് പല രീതിയിലും അത് ചെയ്യുന്നുണ്ട്. അതിന് ആ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡിവൈസ് നിങ്ങൾക്കറിയാം അത്രയും ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, നമ്മൾ സ്പേസിൽ പോകുന്ന അത്രയും അതിലും കുറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കും ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. സോ ദാറ്റ് ദി ഇലക്ട്രോൺസ് വിൽ നോട്ട് ദ സ്റ്റേറ്റ് കുറച്ച് റെഗുലറൈസ് ചെയ്യാൻ, മിനിമൈസ് ചെയ്യാൻ. നിങ്ങളത് പിക്ചേഴ്സോ കണ്ടു കാണും എങ്ങനെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർഫിയറൻസ് മിനിമൈസ് ചെയ്യാനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന് പല ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പോൾ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു 3 പാർട്സ് ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ്
the house which holds the qubitsനെ മാനേജ് ചെയ്യുന്ന ഹൗസ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ആ ടെമ്പറേച്ചർ കൺട്രോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വളരെ ലോ ടെമ്പറേച്ചറിൽ സീറോ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ റൺ ചെയ്യുന്ന ഒരു സ്റ്റേഷൻ. പിന്നെ there are some methods to send the signals to this qubits. അതായത് അവിടെ നമ്മൾ മൈക്രോവേവ് ലേസർ എന്ന ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മളെ ക്ലാസിക് കമ്പ്യൂട്ടർ മൂന്നാമത്തെ പാർട്ടാണ്. അതിൽ വെച്ചിട്ടാണ് ഇൻപുട്സും ഒക്കെ പാസ് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ടൊക്കെ കിട്ടുന്നത്. ഇൻപുട്സ് പാസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം. ഇതാണൊരു വളരെ ഹൈ ലെവൽ നോക്കിയാൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വർക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാണ്? ഇപ്പം നമുക്ക് ഓൾറെഡി നല്ലൊരു ഫാസ്റ്റർ പ്രോസസ്സിങ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, എല്ലാം പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാനാണ് നിങ്ങൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന ഇതിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ഫണ്ടിങ് ചെയ്തുകൊണ്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, നിങ്ങൾ പറയാം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു എൻക്രിപ്ഷൻ. അത് നമുക്കറിയാം. ഇപ്പോൾ സ്റ്റോർ ഇറ്റ് നൗ ഡീകോഡ് ലേറ്റർ എന്ന ക്യാമ്പയിൻ തന്നെ നിങ്ങൾക്കറിയാം. പലതും, അതായത് നമ്മളുടെ ഫൈനാൻഷ്യൽ ഡേറ്റ ട്രാൻസാക്ഷൻ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കൺട്രീസ് തമ്മിലുള്ള വളരെ കോൺഫിഡൻഷ്യലുള്ള ഇൻഫർമേഷൻ, ഇതൊക്കെ പാസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് RSA എന്ന എൻക്രിപ്ഷൻ, പല എൻക്രിപ്ഷൻ ടെക്നോളജീസ് ഉണ്ട്. അതൊക്കെ ഡീകോഡ് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടറിനും സൂപ്പർ കമ്പ്യൂട്ടറിനും പറ്റില്ല. കാരണം നമ്മൾ സെൻഡ് ചെയ്യുന്ന തന്നെ ഒരു കീ വെച്ചിട്ട് നമ്മൾ അതിനെ ഡീകോഡ് ചെയ്യുന്നു, എൻകോഡ് ചെയ്യുന്നത് വേറൊരു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അത് ചെയ്തുകൊണ്ട് ആ പ്രൈം നമ്പർ വെച്ച് നമുക്കത് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ നമ്മൾ ആ ടെക്നോളജി നോക്കുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് 1,00,000 വർഷം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആരും അതിൽ ഇറങ്ങാറില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇൻവെൻറ്റ് ഓഫ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അതിന് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കേസിൽ തന്നെ ഒരു 2 ദിവസം കൊണ്ട് നമുക്കത് ഡീകോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അതുകൊണ്ടാണ് പലരും ഇത്രയും കാര്യങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അത് ദ മൊമെൻറ്റ് ദേ ആർ ഏബിൾ ടു ഗെറ്റ് ദിസ് ആക്സസ്, അവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ വളരെയധികം റൺ ചെയ്യുന്നുണ്ട്. വളരെ ത്രെട്ടനിങ് ആണ് ആക്ച്വലി. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇനി നമ്മൾ കൂടുന്ന എൻക്രിപ്ഷൻ മെക്കാനിസംസ് ഒക്കെ ജനറേറ്റഡ് ഫ്രം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിനും അത് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എൻക്രിപ്ഷൻ ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നൗ ഡേയ്സ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഫോട്ടോസിന്തസിസ് പോലെയുള്ള പ്രോസസ്സ് നമുക്ക് ലൈവായിട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി മറ്റേ സ്റ്റോറേജ് ഒന്നും മതിയാവില്ല നമുക്ക്. അപ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. നമ്മൾ ഇത് വെച്ച് ചെയ്യാൻ പോകുന്ന അപ്ലിക്കേഷൻസ് നമുക്ക് തന്നെ അറിയില്ല. അതൊക്കെ പണ്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാൽ നമുക്കറിയില്ലല്ലോ ഇപ്പോൾ AI ജനറേറ്റ് ചെയ്തു. അതുപോലെ ഇതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. ഇത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ സെർച്ചിങ് വിൽ ബി എൻഹാൻസ്ഡ് കംപ്ലീറ്റ്ലി, ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കാണാവുന്ന വിസിബിലിറ്റി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. പക്ഷേ വിസിബിൾ അല്ലാത്ത, നമുക്ക് അറിയാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം ഇൻ ഫ്യൂച്ചർ യൂസിങ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ ലേറ്റർ ചെയ്യാം. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു സൂൺ.